മനുഷ്യന്റെ മനസ്സ് ഇത്രത്തോളം വികൃതമാണെന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. കോമഡി പടമാണ്, വേറെ ഫ്രീ മൈൻഡിൽ വന്നിരുന്ന കോമഡി പടമാണ്. ഇതിലാണ് നല്ലൊരു കോമഡി എന്റർടൈനർ ഫീലിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഒരു ഡോഗ് മെയിൻ റോളിൽ എത്തുന്ന കോമഡി മൂവി പെണ്ണും പൊറാട്ടും. രാജേഷ് മാധവനാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ IFFKയിലൊക്കെ റിലീസിനെത്തി മികച്ച റിവ്യൂസ് ഒക്കെ കിട്ടിയ പടമാണ്. അപ്പോൾ ഇത് നോർമൽ ഓഡിയൻസ് ഏറ്റെടുക്കുമോ, എങ്ങനെ ഉണ്ടായിരുന്നു റിവ്യൂ എന്നൊക്കെ ചോദിച്ചു നോക്കാം. പെണ്ണും പൊറാട്ടും റിവ്യൂലേക്ക്. സ്വന്തമായിട്ട് ചിരിക്കാനുണ്ട്. ചിരിക്കുന്നതിൻ്റെ അപ്പുറം വളരെ നല്ലൊരു എന്താ പറയുക, ഒരു മെസ്സേജിൻ്റെ അപ്പുറം വളരെ വലിയൊരു ഫിലിം മേക്കിംഗ്. അത് രാജേഷ് മാധവൻ എന്ന് പറയുന്ന ഡയറക്ടറിന് ഹാറ്റ്സ് ഓഫ്. കാരണം ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു സിനിമ. കാരണം മനുഷ്യൻ്റെ മനസ്സ് ഇത്രത്തോളം വികൃതമാണെന്ന് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നു. വളരെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആലോചിക്ക് സങ്കടം വരുന്നത്, നമ്മുടെ മനുഷ്യന്മാരുടെ മനസ്സ് വളരെ വികലമാണ്, വികൃതമാണ്. അതൊരു സ്വന്തം ഇപ്പം ഞാനൊരു മനുഷ്യഗണത്തിൽപ്പെട്ട ഒരാളാണ്. ഞാൻ എൻ്റെ സഹജീവിയായ മനുഷ്യൻ്റെ അടുത്ത് കാണിക്കുന്നതും അതേപോലെ എൻ്റെ സഹജീവി എന്ന് ഞാൻ വിചാരിക്കേണ്ട മൃഗങ്ങളുടെ അടുത്ത് കാണിക്കുന്നതും ഞാൻ ഒരേ മേക്കിങ്ങും എല്ലാം അടിപൊളിയാണ്. ഒരു രക്ഷയില്ല, ഒരു നിവൃത്തിയില്ല. അത് എല്ലാവർക്കും ഒന്ന് ദഹിച്ചോളണമെന്നില്ല. അതിൻ്റെതായിട്ടുള്ള അർത്ഥതലങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഫിലിം തന്നെയാണ്. IFFKയിൽ എനിക്ക് കാണാൻ പറ്റില്ല ഇന്ന് പടം. ഭയങ്കര അഭിപ്രായങ്ങളൊക്കെ നേടിയ ഒരു പടമായതുകൊണ്ടാണ് തിയേറ്റർ റിലീസ് ടൈമിൽ വന്ന് കാണാമെന്ന് കരുതിയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പക്ക എന്താ പറയുക, ആ ഒരു ലാംഗ്വേജിൽ കാണുമ്പോൾ നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട് അവർ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ആ സ്ഥലത്തുള്ള ആൾക്കാരും അവരുടെ പെർഫോമൻസും. നമ്മൾ റീസെന്റ് കാണാത്തൊരു മേക്കിംഗ് സ്റ്റൈലൊക്കെയാണ്. തന്നെ മേക്കിംഗ് സ്റ്റൈലാണ്. നല്ലൊരു കോമഡി എന്റർടൈനർ ഫീലിംഗ് ഒക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ രാജേഷ് മാധവന്റെ ഡെബ്യൂ ആണ് ഡയറക്ഷനിൽ. പുള്ളിക്കാരൻ നല്ല കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ചിലയിടത്ത് ചെറിയ ചെറിയ ഫ്ലോസ് ഉണ്ട്. പക്ഷെ അന്ന് നമുക്ക് ആ ഒരു എന്റർടൈൻമെന്റ് രീതിക്ക് പോകുമ്പോൾ ബോറായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പ്രതീക്ഷിച്ച് വരണോ, അതോ എന്തെങ്കിലും ഒരു സോഷ്യൽ മെസ്സേജും അതുപോലെ തന്നെ ഒരു സോഷ്യൽ മെസ്സേജും പ്രതീക്ഷിക്കും. പിന്നെ ഒരു എന്റർടൈനറും ഉണ്ട് പടത്തിൻ്റെ അത്. നമുക്ക് എന്താ പറയുക, കണ്ട് ടൈം പോകുന്ന അറിയത്തില്ല. ഇപ്പോൾ 2 hours ഉള്ളൂ പടത്തിൻ്റെ അത്. പക്ഷേ നമുക്ക് എന്താ പറയുക, രസിച്ച് കണ്ടിരിക്കാം. പക്ഷേ ഈ ഒരു ലാംഗ്വേജിന് ഇഷ്യൂ വരുമ്പോൾ ബാക്കിയുള്ളവർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് കംപ്ലീറ്റ്ലി വാച്ചബിൾ ആയിരുന്നു സംഭവം. ഏതെങ്കിലുമൊക്കെ മൂവിയായിട്ട് സാമ്യം തോന്നി അടുത്തിറങ്ങി ഈ ഒരു കഥാപശ്ചാത്തലമൊക്കെ വരുന്ന? ഒരുപാടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ഒരു കുറച്ച് വെറൈറ്റി പിടിച്ചിട്ടുണ്ട് സംഭവം. നമ്മൾ ഇത് പിന്നെ ലാംഗ്വേജ് ബേസ് ആണ് ഇതിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ ചിലവർക്കത് കത്തിയില്ലെന്ന് വരാം. പക്ഷെ നമുക്ക് ഒരു നോർമൽ ഓഡിയൻസിന് അതൊന്ന് ഇരുന്ന് കണ്ടാൽ മനസ്സിലാവുന്ന രീതിക്കുള്ള സംഭവങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. ഓക്കെ. കോമഡി എലമെന്റ്സ് ചിലതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അത്ര വർക്കായില്ല. എങ്ങനെയാണ് ആ ഒരു ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു. ക്ലൈമാക്സ് ഇച്ചിരി കൂടി നല്ലതായിരുന്നു തോന്നുന്നു. സ്റ്റോറി ഒക്കെ പുതുമയുള്ളതല്ലേ? സ്റ്റോറി കുഴപ്പമില്ല. മേക്കിംഗ് ഒക്കെ എടുത്തു പറയാൻ അധികം കാണാത്ത ടൈപ്പ് ഒന്നുമല്ല. എല്ലാ നോർമൽ ഓഡിയൻസിന് വർക്ക് ആവോ? ഇത് IFFKക്കൊക്കെ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ ആയിരുന്നു. എങ്ങനെയാണ്? IFFKക്ക് എനിക്കറിയില്ല, എനിക്ക് വർക്കായില്ല. മേ ബി വർക്കാവുമായിരിക്കും. എനിക്ക് പേഴ്സണലി അത്ര ഇഷ്ടം. എന്താണ് നെഗറ്റീവായിട്ട് തോന്നിയത്? ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളും കണക്ട് ആവാത്തതാണോ? എന്തായാലും ഒരു മെസ്സേജ് ഓറിയന്റഡ് ആയി പോയ പടം. മെസ്സേജ് ഓറിയന്റഡ് എന്ന് പറയാനായിട്ട് ഇല്ല. എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു, പക്ഷെ അങ്ങോട്ട് വർക്കായില്ല. എനിക്ക് അങ്ങോട്ട് വർക്കായില്ല. മേക്കിംഗ് രീതിയൊക്കെ കൊള്ളാം. പാലക്കാട് ഭാഷ, സ്ലാങ് എല്ലാം ഭയങ്കര പൊട്ടിച്ചിരിക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞു. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ചിരിക്കുക. തിയേറ്ററിൽ അത്ര ചിരിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ്? കുഴപ്പമില്ല, കണ്ടിരിക്കാം. നല്ല എന്റർടൈൻമെന്റ് ആണ്. ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫൺ പ്രതീക്ഷിച്ച് വന്നാൽ? അതെ, ഔട്ട് ആൻഡ് ഔട്ട് ഒരു ഫണ്ണ് പ്രതീക്ഷിച്ച് വന്നാൽ കിട്ടും. എന്നാൽ എല്ലാവർക്കും അത് ദഹിക്കണമെന്നുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇതൊരു വളരെ ലോക്കൽ. ഇപ്പോൾ അജഗജാന്തരമൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം. ഒരു കഥയൊന്നുമില്ല, പക്ഷെ അതിനകത്ത് അടിയാ, ഫുൾ അടി. ഇത് ഒരു നാട്ടും പുറത്ത് നടക്കുന്ന ഒരു ഫാമിലിക്കകത്ത് കോൺഫ്ലിക്ട്സും പരദൂഷണം അങ്ങനെ പറയാതെ പിടിച്ച് കെട്ടിക്കല് അങ്ങനെയുള്ള ഫ്രഷ്നെസ് അത്രയ്ക്ക് പറയാനില്ല. ഓക്കെ, ഒരു 50-50. എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവർക്കും പിടിക്കും. ഫാമിലിക്കൊന്നും ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല. തിയേറ്ററിൽ കാണാനുണ്ട്. കണ്ടിരിക്കാം, കുഴപ്പമില്ല. ഫാമിലിക്കായിട്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. തിയേറ്ററിൽ വന്നപ്പം തിയേറ്ററിൽ നല്ല പടമാണ്. ഫാമിലി ആയിട്ട് വന്ന് കോമഡി പടമാണ്. വേറെ ഫ്രീ മൈൻഡിൽ വന്നിരുന്ന കോമഡി പടമാണ്. പക്ഷെ നല്ല രീതിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ആ ഒരു സ്ലാങ് പാലക്കാട് സ്ലാങ് ആണ്, പക്ഷെ പടം വർക്കാവും. നല്ല കിടിലം കോമഡിയാണ്. ഫാമിലി ആയിട്ട് വന്നിരുന്ന് കിടിലായിട്ട് കാണാം. എന്താണ്, ഒരു അമ്മയും മോളുടെ ക്യാരക്ടറുണ്ട്. ഇതിലെല്ലാം പുതുമുഖങ്ങളാണ്. 1-2 പേര് ഒഴിച്ച് ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. ഒരു അമ്മയുടെയും മോളുടെയും ക്യാരക്ടർ അത് എടുത്തു വേണം. അത് നല്ല കോമഡി വർക്കൗട്ടായിട്ടുണ്ട്. ഒരു ഡോഗിന്റെ മെയിൻ തീമാണ്, അതാണ് ഹൈലൈറ്റ് പടത്തിന്റെ. ഡോഗിന്റെ പട്ടിയെ വെച്ചാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. കോമഡി കണക്ട് ആവുന്നത് ഫുള്ളും പട്ടിയെ വെച്ചാണ്. പക്ഷെ നല്ല രീതിക്ക് ഒരു നാട്ടും പ്രദേശം നടക്കുന്ന കോമഡി കാര്യങ്ങൾ എല്ലാവർക്കും വർക്കാവും. അതൊരു എന്തെങ്കിലും ഇല്ല, എല്ലാവർക്കും വർക്കാവും. ഫാമിലി വാച്ചാണ്. ഓക്കെ. IFFKയിലൊക്കെ മികച്ച പടം എനിക്ക് വർക്കായി. ക്ലിയർ വർക്കാണ്. കാരണം രാജേഷ് മാധവന്റെ മേക്കിങ്ങും ഈ പടം റിലീസിന് മുമ്പ് തന്നെ നെറ്റ്ഫ്ലിക്സ് എടുത്തു. അപ്പം തന്നെ അതിനൊരു
നീതി പുലർത്തുന്ന പടമാണ്. കാരണം ഒരു ലാഗില്ല, ഒരു ഫുള്ളി ഫണ്ണി, ഒരു ചിരിച്ചിരിക്കാൻ പറ്റിയൊരു പടമാണ്. ഫാമിലി ഓഡിയൻസ് എന്തായാലും കണക്ട് ആവും. ഫുള്ള് പാലക്കാട് സ്റ്റൈൽ ആണ് പടം മൊത്തം. അപ്പോൾ ആ രീതിയിൽ ഇത് രാജേഷ് മാധവന് നല്ലൊരു മേക്കിംഗ് ആണ് പടം.